റോജായ CPM-നൊപ്പം നിന്ന് ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഇപ്പൊ പരാജയപ്പെട്ടപ്പോൾ CPM-നെയാണ് കുറ്റം പറയുന്നത്. അതിൽ CPI മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മും പറയുന്നുണ്ട്. ഇതൊരു നന്ദിയില്ലാത്ത പ്രതികരണമല്ലേ? ഇത് നന്ദിയില്ലായ്മ മാത്രമല്ല, ഇതിനകത്ത് എന്ന് പറയുന്നത് ഇത് അങ്ങേയറ്റത്ത് നെറികേടുമാണ്. അതുപോലെ തന്നെ ഈ CPI എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് ഇടക്കാലത്ത് കൊടിയേരി പറഞ്ഞായിരുന്നല്ലോ, തോളിലിരുന്ന് ചെവി കടിക്കുന്ന പണിയാണ് ചെയ്യുന്നതെന്ന്. ഈ ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷം ഈ ഭരണത്തിന്റെ സകല ആനുകൂല്യങ്ങളും പറ്റുകയും ഈ സർക്കാരിന്റെ സകല വൃത്തികേടുകൾക്ക് ചൂട്ടുപിടിക്കുകയും ചെയ്തവരാണ്. PM ശ്രീയിലാണ് ഒരു തിരുത്തൽ വരുത്താൻ. അതുപോലും തന്നെ ഇവര് അതേപോലെ തന്നെ എത്രയോ വിഷയങ്ങൾ വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ മോദി സർക്കാരിനോടുള്ള പിണറായി വിജയന്റെ സമീപനങ്ങളോട് എല്ലാം തന്നെ ഐക്യപ്പെട്ടു പോയവരാണ്. അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും യാതൊരു യോഗ്യതയില്ല. ഇപ്പൊ സീറ്റ് ധാരാളം കുറയുകയും ഭരണം കുറഞ്ഞപ്പോഴുമാണ് തലയ്ക്ക് അടി കിട്ടിയ പോലെ ഇതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നത്. അതുവരെ മിണ്ടാതിരുന്നവരാണ്, ഇതിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ പറ്റിയവരാണ്. അല്ല, ഈ 8 സീറ്റും ജയിച്ചതിൽ CPM-ന്റെ വലിയ പിന്തുണയും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ ഇവർക്ക് എവിടെയാണ് ഒരു പഞ്ചായത്ത് വാർഡിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ ത്രാണിയില്ലാത്ത പാർട്ടിയാണ്. എന്നിട്ടാണ് ഈ വലിയ തത്വം പറയുന്നത്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭരണത്തിൽ 10 വർഷം സർക്കാരിന്റെ എല്ലാ നിലപാടുകൾക്കും ഒപ്പം നിൽക്കുകയും അതിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ പറ്റുകയും ചെയ്താൽ ഇവരുടെ 4 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു. ഈ 4 ക്യാബിനറ്റ് മന്ത്രിമാരിൽ ആരെങ്കിലും ഒരാള് ഈ ഇപ്പൊ ആശാ സമരത്തെ കുറിച്ചാണല്ലോ ഇയാള് ബിനോയ് വിശ്വം ഈ കുംഭസാരം നടന്നത്. ആശാ സമരത്തിന് ആശാമാരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നോ അവരോട് സർക്കാർ ഒപ്പം നിൽക്കണമെന്നോ അവരുടെ വേതനം കൂട്ടിക്കിടക്കണമെന്നോ CPI ഏതെങ്കിലും ഒരു മന്ത്രിമാർ സംസാരിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക ക്യാബിനറ്റ് കൂടണമെന്ന് CPI ഈ ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരും ഒന്നും ചെയ്തില്ല. ഈ പാവപ്പെട്ട സ്ത്രീകള് അവരുടെ ആ സമരത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന പന്തൽ പൊളിച്ചു കളഞ്ഞു. അവര് പാവം സ്ത്രീകൾ അവിടെ അവരുടെ മുടി മുറിച്ചു. അവരെ മഴയത്തും വെയിലത്തും അവിടെ കിടന്നു. അവർ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാണ് ആ പാവങ്ങൾ അവിടെ കിടന്നത്. എന്നിട്ട് ഇവരെല്ലാം കാറിലത് വഴി പോകുന്നവരാണല്ലോ. ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അല്ല, ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു നിരവധി ക്യാബിനറ്റുകൾ ചേരുകയും ചെയ്തിരുന്നു. അതിന്റെ അവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളാണ് ഈ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഒരു ഇരട്ട മുഖമുള്ള കാപട്യം നിറഞ്ഞ ഒരു മനുഷ്യനാണ്. വലിയ തത്വം പറയുന്നതല്ലാതെ അദ്ദേഹം ഒരു ജനകീയ പ്രശ്നങ്ങളിലും വേണ്ട സമയത്ത് പ്രതികരിക്കാത്ത ഒരാളാണ്. ഇപ്പൊ പറയുന്നു, ഇപ്പൊ ആശാ സമരം തൊഴിലാളി സമരത്തെ ഒറ്റുകൊടുത്തു, അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചില്ല. ഇന്നലെ ആ സമരത്തിന്റെ നേതാവായ മിനി പറഞ്ഞു, അവർ പലവട്ടം പോയി ഈ മനുഷ്യനെ അവിടെ MN സ്മാരകത്തിൽ കണ്ടതാണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു കാര്യത്തിനും ഇടപെടാൻ തയ്യാറായില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇപ്പം മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കണം, അത് തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്ന ഒരാളാണ്. ഇപ്പൊ ഇരുന്ന തത്വം പറയാം. എപ്പോഴാണ് ഭരണത്തിൽ നിന്ന് പോയി, സീറ്റെല്ലാം പോയി, അധികാരം പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഭൂതോദയം ഉണ്ടായത്. അത് തന്നെ ഏറ്റവും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളോട് ഞങ്ങൾക്ക് കരുണയുള്ളവരാണ് എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ കാപട്യമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ഈ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇല്ല? ഏത് കാര്യത്തിനോടാണ് ഇദ്ദേഹം പ്രതികരിച്ച്? കേരളത്തിലെ ഏറ്റവും വലിയൊരു സമരം, ജനകീയ സമരം നടന്നതാണ് കേരളയിലെതിരായിട്ടുള്ള. കേരളയിലെ സമരം നടന്നപ്പോൾ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? മിണ്ടിയോ? അത് പാടില്ല എന്ന് പറഞ്ഞു. എത്രയോ പാവപ്പെട്ടവരുടെ വീടുകളിലാണ് ഈ മഞ്ഞക്കുറ്റി കൊണ്ടിട്ടിട്ട് ഇന്ന് അവർക്ക് ആ വസ്തു വിൽക്കാനോ ഒരു പണയം വെക്കാനോ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനോ ഒരു കെട്ടിടം പണിയാനോ പറ്റാത്ത സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. എവിടെയായിരുന്നു ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന മഹാനാൻ? ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം അത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ എത്ര പേർക്കാണ് അടികൊണ്ട്, എത്ര സ്ത്രീകളെയാണ് തെരുവിലിട്ട് വലിച്ചത്? ഈ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ മർദ്ദക ഭരണം പാടില്ല എന്ന് പറഞ്ഞു? ഒന്നും ചെയ്തില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ ഇതിനെല്ലാം ഓശാന പാടുകയും ഇതിനെല്ലാം തുല്യം ചാർത്തി കൊടുക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ഈ CPI എന്ന് പറയുന്നത്. സ്വന്തമായി കാലിൽ നിൽക്കാനുള്ള ശേഷിയില്ല. CPM-ന്റെ കെയർ ഓഫിൽ ഇതെല്ലാം ആനുകൂല്യങ്ങൾ പറ്റിയെടുക്കുക, എന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യാളന്മാരെന്ന് പറയുക. അതൊരു തരം കാപട്യമാണ്. നിങ്ങൾ ഈ ആശാ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളോട് നിങ്ങളുടെ പാർട്ടി ഏത് തരത്തിലുള്ള നീതിയാണ് ചെയ്തത്? മിനി പറഞ്ഞതിനെക്കാട്ടി കൂടുതലാണ് ഇവരെ കുറിച്ച് പറയേണ്ടത്. മിനി വളരെ മാന്യതയോടുകൂടിയാണ് പറഞ്ഞത്, അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് എങ്ങനെയാണ് CPM-നെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? എങ്ങനെ CPM മാത്രമാണോ ഭരണം നടത്തിയത്? ഇവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. എത്ര പാർട്ടികൾ ഉണ്ടായിരുന്നു? 8 പാർട്ടികൾ ചേർന്നുള്ള 8 or 9 പാർട്ടികൾ ചേർന്ന ഭരണമായിരുന്നു ഇടതുപക്ഷ ഭരണം എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു ഇടതു മുന്നണി യോഗത്തിൽ ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന മാന്യൻ ഈ ഇഷ്യൂ റൈസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു ഇപ്പൊ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് പറഞ്ഞ സമ്മർദ്ദം ഉണ്ടാക്കുക. ഈ സമ്മർദ്ദം എന്തുകൊണ്ടാണ് ആശാ സമരത്തിന് കാണിക്കാതിരുന്നത്? അല്ലെങ്കിൽ മറ്റേ ഈ കേരളയിൽ സമരത്തിൽ എന്താ കാണിക്കാതിരുന്നത്? ഒന്നും ചെയ്തില്ല. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട സകല അഴിമതികളിലും
കൈവക്കിയവരാണ്. ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇവരോട് ചേർന്നാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ കേരള കോൺഗ്രസ്സുകാർ കുറ്റം പറയുന്നത് 5 വർഷം അവിടെ ഒപ്പം ഇരുന്ന് ഈ ഭരണത്തിന്റെ ആനുകൂല്യങ്ങളും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തിയവരാണ്. അല്ല, എല്ലാ സീറ്റിലും തോറ്റപ്പോഴാണ് കേരള കോൺഗ്രസിന് CPM ഉണ്ടായി. അതെ, അതായത് CPM-ന്റെ പാളയത്തിൽ സ്വയം ചെന്ന് കയറുകയും അവിടെ നിന്നുകൊണ്ട് മന്ത്രിസ്ഥാനവും 5 MLA സ്ഥാനവും വാങ്ങിയതിനു ശേഷം, ഒരു ചീഫ് വിപ്പ് സ്ഥാനവും വാങ്ങിയതിനു ശേഷമാണ് ഇപ്പൊ CPM-നെ കുറ്റുന്നത്. ഈ ഭരണം നടത്തുക എന്ന് പറയുന്നത് CPM-ന്റെ മാത്രം ബാധ്യതയല്ലല്ലോ. ഈ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് CPM-ന്റെ മാത്രം ബാധ്യതയല്ലേ. ഇവരെല്ലാം ഘടകകക്ഷികൾ എന്നുള്ള പേരിൽ അവിടെ കസേരയിൽ പോയി ഇരിക്കുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ? നിങ്ങൾക്ക് അതിനല്ലേ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ല. ഇപ്പൊ ഭരണത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തൊട്ടുകൂടാത്തവനോ തീണ്ടിക്കൂടാത്തവനോ ഏകാധിപതിയും MP ഗോവിന്ദൻ അത്ര പോരാന്നൊക്കെ തോന്നില്ല. അതെങ്ങനെയാണ് ഇപ്പം മാത്രം ഉണ്ടാകുന്നത്? ഇത് നിങ്ങൾക്ക് 5 വർഷം ഉണ്ടാവേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമാണ് ജനങ്ങൾ തന്നുവിട്ടത്. അപ്പോഴെന്താണ് പണം വെട്ടിക്കാനും അധികാരത്തിന്റെ സുഖം പറ്റി നടക്കാനും കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വാങ്ങാനും ഒക്കെ നിങ്ങൾ നടന്നു. CPI-ക്കാർക്ക് സംഭവിച്ചതാ. CPI ഈ കാലഘട്ടത്തിലാണ് CPI-യുടെ പാർട്ടി മന്ദിരം അവർ നിർമ്മിച്ച് വലുതാക്കി MLA-മാരും MP-മാരും എല്ലാം വലിയ പണക്കാരായി മാറി. അപ്പൊ ഇതൊക്കെ സൗകര്യങ്ങൾ ആസ്വദിച്ച ശേഷം CPM-നെ മാത്രം കുറ്റപ്പെടുത്തും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് എന്താ പറയാത്തത്? CPM മാത്രമല്ലല്ലോ ഭരിച്ചത്, നിങ്ങളുടെ മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് CPI-യുടെ മന്ത്രിമാർ മിണ്ടാതിരിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ആശാസമരത്തിനെ കുറിച്ച് അവരെന്താ മിണ്ടാതിരുന്നത്? അവരുടെ കൂട്ടത്തിൽ ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ആ മഹതി അവിടെ പോയി അവരെ അന്വേഷിച്ചോ? ഇല്ലല്ലോ, ഒന്നും ചെയ്തില്ല. അപ്പൊ ഇപ്പം മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് ആശാസമരത്തോട് നിങ്ങൾക്ക് ഇത്ര കരുണ തോന്നേണ്ടി വന്നത്? ഒന്നുമില്ലല്ലോ. കേരളത്തിലെ 2 ചെറുപ്പക്കാരായ പിള്ളേരെയാണ്, SFI-ക്കാരായ ചെറുപ്പക്കാരെയാണ് UAPA ചുമത്തി കോഴിക്കോട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അലനും താഹയും എവിടെയായിരുന്നു CPI-യുടെ നേതാക്കന്മാർ? ആ ചെറുപ്പക്കാരെ, കോളേജ് വിദ്യാർത്ഥികളെ UAPA നിയമം അനുസരിച്ച് പിടിച്ചകത്തിട്ടു. എത്ര 90 ദിവസത്തോളമൊക്കെ ആ കുഞ്ഞുങ്ങൾ ജയിലിൽ കിടന്ന. എന്നിട്ട് എവിടെയാണ് ഈ CPI-യുടെ നേതാക്കന്മാർ? എത്ര മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞവരെ വെടിവെച്ച് കൊന്നു കേരളത്തിൽ? എന്താ CPI എന്താ ചെയ്തത്? CPI മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടും മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ നടത്തിയിട്ടും തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ നടത്തി CPI മിണ്ടിട്ടില്ല. അല്ല, അപ്പൊ അധികാരത്തിലുണ്ടായിരുന്നു, അധികാരത്തിന്റെ സുഖത്തിലല്ലേ, അതൊന്നും മിണ്ടത്തില്ല. പിണറായി വിജയൻ മാന്യനും ആയതുകൊണ്ടാണ് ഇപ്പൊ ഇവരുടെ ഈ വൃത്തികേടുകൾ ഇപ്പൊ പറയാത്തത്, ഇല്ലേ? CPI ഇതെല്ലാം ആസ്വദിച്ച് ഇതിനകത്തുനിന്നെല്ലാം വെട്ടിപ്പ് നടത്തിയ പാർട്ടിയാണ്. CPI-ക്ക് ഇത് പറയാൻ യാതൊരു അവകാശവും ഇല്ല. CPI ആണ് ഈ കൊള്ളകൾക്കെല്ലാം കൂട്ടു നിൽക്കുകയും ചെയ്തതിനു ശേഷം പുണ്യാള വേഷം കെട്ടി പുറത്തിറങ്ങാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മാത്രമാണ് പുണ്യാളൻ എന്ന് പറഞ്ഞ് പിണറായി വിജയനെ CPM-നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണല്ലോ. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഇരട്ട മുഖം ഉണ്ടെന്നുള്ളതും ഇത്തരത്തിലുള്ള കാപട്യമാണ് ഇവർ പറയുന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്.